എടാ ചെറുക്ക, ഓണം എന്താടോ ഏതോ ഒരു പൊട്ട മാവേലി കഥ. ഈ ഒരു 99% കൂടുതലും പെന്തക്കോസ്ത് പോലെയുള്ള കൾട്ട് വിശ്വാസങ്ങളിൽ വരുന്ന ആളുകളും അതിൽ ജനിച്ചു വളരുന്നതാണ്. അപ്പോൾ അവർക്കൊരു എക്സ്പോഷർ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ കണ്ടീഷൻഡ് ആയി പോകുന്നു എന്നേ ഉള്ളൂ. ഈ ബൈബിൾ ഒരു വർഗീയ പുസ്തകം ആണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയമില്ല. ഇപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനെയൊക്കെ അതേ രീതിയിൽ ഉയർത്തെഴുന്നേറ്റ് സത്യമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത് വാസ്തവമാണ്, ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെന്ന് തോന്നും. മറ്റൊരുത്തൻ്റെ ഒരു ആഘോഷം കണ്ടു കഴിഞ്ഞാൽ ഇടിഞ്ഞു പോകാൻ വേണ്ടിയുള്ളൂ നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു സ്ട്രെങ്ത് ഇല്ല എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം. നമ്മൾ പെന്തക്കോസ്താണ്, ജാതികളല്ല, എന്തിനാട ഓണം ആഘോഷിക്കുന്നേ, നമ്മുടെ മക്കളും ജാതികളെ പോലെയാവാനോ. ഞാനിപ്പോൾ പാടിയ ഈ ഒരു 2 വരി കവിത യഥാർത്ഥത്തിൽ ഒരു പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേഷനാണ്. അവസാനം ഞാൻ അപ്ലോഡ് ചെയ്ത ഓണം പെന്തക്കോസ്തിന് ഹറാമാണ് എന്ന അനീഷ് കാവാലത്തിൻ്റെ പ്രസംഗത്തിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോയ്ക്ക് അടിയിൽ വന്ന കമൻറ്റുകളുടെ ഒരു സമ്മറിയാണ് ഞാൻ ഈ ഒരു 2 വരിയിലൂടെ പാടിയത്. അനീഷ് കാവാലം ആ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന വേർപെട്ട ജനമാണ്, അതുകൊണ്ട് നമുക്ക് ഓണമോ പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓണം ആഘോഷിക്കുന്നത് പോയിട്ട് ഓണം ആഘോഷിക്കുന്നവരെ കണ്ടുകൊണ്ട് കൈയടിക്കാൻ പോലും നമ്മൾ പാടില്ല. അതാണ് പുള്ളിയുടെ വേർപാടിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ പറയുന്നത്. അതിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതൊരു വർഗീയ പ്രസംഗമാണ്. മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കാനായിട്ട് ഇതേപോലുള്ള പാസ്റ്റർമാർ എപ്പോഴും നടത്തുന്ന ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമാണ് അതെന്ന് ഞാൻ കൃത്യമായും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റർമാർക്ക് മാത്രമേ ഈ ഒരു ചിന്താഗതി ഉള്ളൂ, അതോ വിശ്വാസികളുടെ ഇതിനോടുള്ള സമീപനം എങ്ങനെയാണെന്ന് അറിയാനായിട്ട് അതിൻ്റെ ഒരു കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ മതി. അതിലെ കുറച്ച് കമൻസുകൾ കാണിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറേയധികം ആൾക്കാർ പറയുന്നത് പാസ്റ്റർ പറഞ്ഞത് കറക്റ്റാണ്, അതിൽ യാതൊരുവിധ തെറ്റുമില്ല, വർഗീയത കാര്യങ്ങളൊന്നും അല്ലെന്നാണ്. ഒന്നാമത്തെ ഒരു കമൻറ്റ്, അനീഷ് കാവാലം ഈസ് കറക്റ്റ്. ഈശാനും മൂലൻ ഒരു കൂട്ടർക്ക് ദൈവം, ബൈബിൾ പറയുന്നു, അത് പാസ്റ്റർ പറയുന്നതാണ് കറക്റ്റ്. വേർപാടുള്ളവർക്ക് ഓണമില്ല, പോടാ കിഴങ്ങ. ആയിക്കോട്ടെ, അതിലൊരു വർഗീയതയുമില്ല, അത് സത്യം. നീ പോടാ, ഓണം നിനക്ക് വേണമെങ്കിൽ കൂട്, ഞങ്ങൾ യേശുവിനെ അനുകരിക്കുന്നവരാണ്, ആഘോഷമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യമാണ് കുറേ പേര് പറയുന്നത്. അവരപ്പോൾ പറയുന്നത് ഇത് വർഗീയത കാര്യങ്ങളൊന്നുമല്ല, നമ്മളിതിൽ നിന്ന് വേർപെട്ടവരാണ്. പുള്ളി പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഇവരും പറയുന്നത്. ഇവരോട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഇതിൽ തന്നെ ജനിച്ച് വളർന്ന ഈ ഒരു കഥകൾ കേട്ട് വന്നുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെന്തോ സ്പെഷ്യൽ ആൾക്കാരാണെന്ന്. സാധാരണ മനുഷ്യരിൽ നിന്നും ഒരു വ്യത്യാസവും നിങ്ങൾക്കില്ല. മറ്റ് പല പദങ്ങളും മറ്റ് പല രീതിയിലുള്ള വേർപാടുകൾ അനുഷ്ഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെയാണ് വേർപാട് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ല, നിങ്ങൾ കൊമ്പുകൊണ്ട് മുളച്ചവരൊന്നും അല്ല, സാധാരണ മനുഷ്യൻ തന്നെയാണ്. പിന്നെ കുറേ പേര് പറയുന്നത് നമ്മളിത് ആരെ അടിച്ചേൽപ്പിക്കാനൊന്നും പോകുന്നില്ല, നമ്മുടെ വിശ്വാസം ഇതാണ്, അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് മാത്രം. വേണ്ടവർക്ക് ആഘോഷിക്കാം, വേണ്ടാത്തവർക്ക് ആഘോഷിക്കേണ്ട, അങ്ങനെ പറയുന്നത്. ആ ഒരു കമൻറ്റുകൾ നോക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് കമ്പലിംഗ്, സെപ്പറേഷൻ ഈസ് സെപ്പറേഷൻ, വൈ യു ആർ മിസ്അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ്, വി ഹാവ് ടു ലവ് അതേഴ്സ് ബട്ട് നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് വിത്ത് അൺവാണ്ടഡ് വേർഡ്ലി പ്രാക്ടീസസ്. ലൗകികമായ കാര്യങ്ങളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല, അതിൽ നിന്നും മാറി നിൽക്കുന്നു. ഫുളിഷ് തോട്ട് ഷുഡ് ബി ത്രോൺ ബ്രദർ, കം വിത്ത് പ്യുവർ ഹാർട്ട്. എൻ്റെ ഹാർട്ടിന് എന്താണ് ഒരു പ്രശ്നം, പ്യുവർ അല്ലെന്ന് നിങ്ങളോടാര് പറഞ്ഞു? ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്ര സംശയം ഉണ്ടെങ്കിൽ ആ പ്യൂരിറ്റി അളക്കുന്ന ആ ഒരു മെഷീനുമായിട്ട് വരും, നമുക്ക് മെഷർ ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ടിൽ എത്തിയതിന് ശേഷം സംസാരിക്കാം. ഇനി അടുത്ത ആൾ പറയുന്നത് പെന്തക്കോസ്തിന് വേർപാടുണ്ട്, അത് ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല, വേണമെങ്കിൽ നിന്നാൽ മതി, പിന്നെ ഇവിടെ ആചാരത്തിനെ മാത്രമേ എതിർക്കുന്നുള്ളൂ, വി ടീച്ച് ടു ലവ് എവ്രി വൺ. ഇപ്പോൾ 2 കാര്യം ഇതിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ 2 പേരും പറഞ്ഞിരിക്കുന്നത് നമ്മളാരെയും അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല, നമ്മുടെ വിശ്വാസം മാത്രമാണ്. അടിച്ചേൽപ്പിക്കലുകളില്ലെങ്കിൽ ഇവരിങ്ങനെ കൂടി ഇതിനെക്കുറിച്ച് പ്രസംഗിക്കേണ്ടത് എന്തിനാണ്? പ്രത്യേകിച്ച് ഒരു സീസൺ എടുക്കുമ്പോഴത്തേനും ഇങ്ങനെ ഈ പ്രസംഗം കൂടുതലായി പ്രസംഗിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ജസ്റ്റ് പറഞ്ഞതങ്ങ് വിട്ടാൽ പോരെ. ഇവർ ഫോഴ്സ്ഫുള്ളി ആണ് ഈ വിശ്വാസങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് പലയിടത്തും ഈ വേർപാടിൻ്റെ പ്രസംഗം നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടാമതായിട്ട്, ഞാൻ വിശ്വാസിയായിരുന്ന കാലത്ത് കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള പരിപാടിക്ക് എന്തിനേലും പോയെന്ന് വെച്ചു, ഓണപ്പരിപാടിക്ക് ഇവരിങ്ങനെ പ്രസംഗിച്ചു, അതിനുശേഷവും ഞാനിത് കണക്കാക്കാതെ പോയി എന്നിരിക്കട്ടെ, ഈ ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ വിശ്വാസികളോ എവിടെയെങ്കിലും വെച്ച് എന്നെ കാണും, ഞാനൊരു മുണ്ടും ജുബ്ബയൊക്കെ എടുത്തിട്ട് ഓണത്തിൻ്റെ ഒരു വേഷവിധാനത്തിൽ എവിടെയെങ്കിലും പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കൃത്യമായിട്ടും ഒരു പ്രസംഗം നമുക്ക് പ്രതീക്ഷിക്കാം. അതെന്ന് പറയുമ്പോൾ ഒരു കുത്തുപ്രസംഗമായിരിക്കും. ഡയറക്റ്റായിട്ട് നമ്മുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഇവർ പറയത്തില്ല, പക്ഷേ ഇരുത്തി അങ്ങ് കുത്തും. ഇപ്പോൾ ഇതിനകത്ത് കണ്ടുകൊണ്ട് തന്നെ കണ്ടില്ലേ, കേട്ടില്ലേ, ഇത് നമ്മുടെ കുറേ വിശ്വാസികൾ അങ്ങനെ പോകും ഇങ്ങനെ പോകും, അവർ മുണ്ടുമെടുത്ത് പോയേക്കുന്നു ആഘോഷിക്കാൻ ജാതികളെ പോലെ, ഇങ്ങനെയൊക്കെയുള്ള കുത്തുപ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് നമ്മളെ അവിടെ ഇരുത്തി അങ്ങ് അപമാനിക്കും. ഈ പാസ്റ്റർ എന്ന് പറയുന്നവൻ അറിയാം അവൻ ആരെയാണ് ഈ ഉദ്ദേശിക്കുന്നതെന്ന്. മറ്റുള്ള വിശ്വാസികൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളിതിന് പോയതൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസൊക്കെ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അന്നേരം അവർക്കും കൃത്യമായിട്ട് അറിയാം. ആ ഒരു സമയത്ത് എല്ലാവരും നമ്മളെ നോക്കിയൊരു വളിച്ച ചിരിയും കളിയാക്കൽ ചിരിയും കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഞായറാഴ്ചത്തെ എല്ലാം കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യുമ്പോഴത്തെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് കേട്ടില്ലേ കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരിപാടിയുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് ഫോഴ്സ്ഫുൾ അല്ലാതിരിക്കുന്നത്? കൃത്യമായും ഫോഴ്സ്ഫുള്ളായിട്ട് അവരുടെ ഒരു വിശ്വാസം അടിച്ചേൽപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഓണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ബാക്കി എന്ത് പരിപാടിക്കാണെങ്കിലും ഇവർക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടി ആരെങ്കിലും ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സൈക്കോളജിക്കലി അവരെ അടിച്ചമർത്തി നാണം കെടുത്തി ഇവരുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇനി അടുത്ത ടീമുകളാണ് ഏറ്റവും വലിയ കോമഡി. ഓണം എന്താണെന്ന് പോലും യാതൊരുവിധ ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ്.
തുമ്പിക്കണ്ണൻ ചേട്ടാ, ഓണം എന്നാണ്, എന്തിനാണ്, എങ്ങനെയാണ്, എവിടുന്നാണ് എന്ന് ചേട്ടൻ അറിയാമോ? പിന്നെ ഞങ്ങൾ ഓണം ആഘോഷിക്കുകയില്ല. തുമ്പിക്കണ്ണൻ ചേട്ടൻ തുമ്പി തുള്ളി നടന്നു. അടുത്തത്, എടോ പെന്തക്കോസ്ത് അനുഭാവികൾ ഒരു ആഘോഷങ്ങളും ആഘോഷിക്കാറില്ല. ക്രിസ്തുമസ്, ഈസ്റ്റർ, ഓണം, ജനനം, മരണം, അടിയന്തരം, ഇത്തരം ഒരു കാര്യങ്ങൾക്കും പോകാറില്ല. നിനക്ക് വർഗീയത എന്താ എന്ന് ഒരു ധാരണയില്ല. ഇതിലൊന്നും യഥാർത്ഥ സന്തോഷമോ സമാധാനമോ ആർക്കും കിട്ടുന്നില്ല. അത് മനസ്സിലാക്കി ആരും ഇത്തരം ആഘോഷങ്ങൾക്ക് പോകില്ല, അത്ര തന്നെ. ഈ സന്തോഷം എന്ന് പറയുന്ന ഒരു സാധനം സത്യം പറഞ്ഞാൽ എന്താണെന്ന് പോലും ഈ ടീമുകൾക്ക് അറിയത്തില്ല. മനുഷ്യന് സാധാരണഗതിയിൽ സന്തോഷം കിട്ടുന്ന എല്ലാ കാര്യങ്ങളെയും ഇവർ ഹറാമാക്കി വെച്ചിട്ട് അതിലേക്കൊന്നും എക്സ്പോഷർ കൊടുക്കാതെ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ പോലും കൊടുക്കാറില്ല. കൊച്ചിലെ തൊട്ട് ഇതെല്ലാം പാപമാണ്, കോപമാണെന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളി പറയുന്ന തൊട്ട് അതിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ സന്തോഷം കിട്ടത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ആകെ മറ്റേ സാധനത്തിലോട്ട് മേളിലത്തെ വൈഫൈയിലോട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷമുള്ളൂ എന്നൊരു ഐഡിയ അടിച്ചേൽപ്പിച്ചിട്ട് എല്ലാത്തിൽ നിന്നും ഒഴിച്ചു മാറ്റി നിർത്തും. അന്നേരം ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമൊന്നും കിട്ടില്ല. ഇതിനെ ന്യായീകരിക്കാനായിട്ട് ഒന്നോ രണ്ടോ പേരുടെ ഒരു എക്സാമ്പിൾ കൊടുത്തു പറയും. മറ്റു വിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും എവിടെയെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ അവരുടെ ഗതി എന്തായി? ഈ കോടിക്കണക്കിന് വിശ്വാസികളുള്ളതിൽ ഒരാളെ എടുത്ത് കാണിച്ചിട്ടായിരിക്കും പറയുന്നത് അവർക്ക് അവസാനം സമാധാനം ഇല്ലായിരുന്നു, മരിച്ചു. ഇവരുടെ കൂട്ടത്തിൽ തന്നെ പലരും സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അതൊന്നും ഇവർ കണക്കിൽപ്പെടുത്തത്തുമില്ല, സംസാരിക്കത്തില്ല. അന്യമതസ്ഥർക്ക് പറ്റുന്നതെല്ലാം ദൈവദോഷവും ഇവർക്ക് പറ്റുന്നതെല്ലാം ദൈവഹിതമായിട്ട് അങ്ങ് കാറ്റഗറൈസ് ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം ഇവർക്കെതിരെ ചോദ്യമായിട്ട് വരുമ്പോൾ പിന്നെ അടുത്ത ആൾ പറയുന്നത്, താങ്കൾക്ക് ക്രൈസ്തവികത എന്താണെന്നറിയാത്തതിൻ്റെയും ദൈവവചനം ഗ്രഹിക്കാനുള്ള കൃപയില്ലാത്തത് കൊണ്ടും അത്രയും ഈ പരാമർശം വന്നു ഭവിച്ചു. അതെ, ഈ ദൈവവചനം എന്ന് പറയുന്ന മണ്ടത്തരം അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിക്ക് മേളിലായിപ്പോയി എൻ്റെ ഒരു നിലവാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നിങ്ങൾ ഗ്രഹിക്കുന്ന രീതിയിൽ ഗ്രഹിക്കാൻ എനിക്ക് ഏതായാലും കഴിയത്തില്ല, അത് സത്യമാണ്. ക്രൈസ്തവ വിശ്വാസം പൂർണ്ണമായും ആത്മീയമാണ്. എല്ലാ വിശ്വാസക്കാരും പറയുന്നത് അവരുടെ ആത്മീയമായ സാധനമാണെന്ന്. ആരാണ് പറയാത്തത് അവരുടെ വിശ്വാസം ആത്മീയമല്ലെന്ന്? ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ പ്രാപ്തരാക്കുന്ന മാർഗ്ഗമാണ് ക്രൈസ്തവികത. അങ്ങനെയായ വിശ്വാസികൾ ജഡീകരല്ല, ആത്മീയരാണ്. ആ ആത്മീയർ വീണ്ടും ജഡത്തിലേക്ക് പോകാമോ? ഈ പിശാച്, പാപം, ജാതികൾ എന്നൊക്കെ മറ്റുള്ളവരെ വിളിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇവർ പറയുന്ന വേറൊരു ഡയലോഗാണ്, മറ്റു മതസ്ഥരെല്ലാം ജഡീകരാണ്. ജീവനുള്ള ദൈവത്തെ വിളിച്ച് ആരാധിക്കുന്ന ഞങ്ങൾ മാത്രമാണ് ആത്മീയരും, ബാക്കി എല്ലാ വിശ്വാസികളും ജഡീകരാണ്. ജഡം എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി, അതാണെന്നാണ് ഇവർ കരുതുന്നത്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ മറ്റ് വിശ്വാസമുള്ളവരോടുള്ള കാഴ്ചപ്പാട് എന്താണെന്നൊക്കെ ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ. അടുത്ത എണ്ണം പറയുന്നതാണ് ഏറ്റവും വലിയ കോമഡി. ഓണം. എന്താ ഓണം? ഓണം എന്തിനാ ആഘോഷിക്കുന്നത്? നീ അതൊന്ന് പറഞ്ഞതാ. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രൻ എന്നിവർ ദ്രാവിഡ രാജാവിനെ ചതിച്ചു കൊന്നിട്ട് രാജ്യം പിടിച്ചു ആഘോഷിക്കുന്നതിൻ്റെ ഓർമ്മയാണ് ഓണം. ഒരുത്തനെ ചതിച്ചു കൊന്നത് ആഘോഷിക്കാൻ പെന്തക്കോസ്തുകാർ കൂടുന്നില്ലെന്നാണ് ഇവൻ്റെ പ്രശ്നം. മിന്നി പോയി ആദ്യം ചരിത്രം പഠിക്കുക കേട്ടോ. ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രം എന്താണ്, മിത്ത് എന്താണെന്ന് തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്തവരാണിത്. മിത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രമാണ്, നടന്നൊരു സംഭവമാണെന്നാണ് ഇവരുടെ വിചാരം. ഇപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനെയൊക്കെ അതേ രീതിയിൽ ഉയർത്തെഴുന്നേറ്റ് സത്യമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത് വാസ്തവമാണ്, ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെന്ന് തോന്നും. പക്ഷേ ഓണമെന്ന് പറയുന്നത് ബാക്കിയുള്ള മലയാളികൾക്ക് ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്. ആ സാമാന്യബോധമുള്ള മലയാളികൾക്ക് ഓണമെന്ന് പറയുമ്പോഴത്തേന് അവർ കൃഷി ചെയ്തിരുന്ന, ഒരു വർഷം കൃഷി ചെയ്തതിൻ്റെ ബലം അവർക്ക് കിട്ടുമ്പോൾ അതിന് നന്ദി അറിയിക്കുന്ന ഒരു ഉത്സവം, അത് കൾച്ചറിൻ്റെ പാട്ടായിട്ട് വന്നതാണ് അവരാഘോഷിക്കുന്നത്. അല്ലാതെ ഒരു മതത്തിൻ്റെയോ കുന്തത്തിൻ്റെയോ ഒന്നിൻ്റെയും തേങ്ങയല്ല. ഇനി അടുത്ത ആൾ പറയുന്നത്, എടോ സഹോദര, ബൈബിൾ മതം സന്ദേശമല്ല. അതെന്തു സാധനം? എടാ ചെറുക്ക, ഓണം എന്താടോ? ഏതോ ഒരു പൊട്ട മാവേലിക്കഥ. ഇത് അനുഷ്ഠിക്കാൻ ബൈബിൾ അനുവദിക്കുന്നില്ല. ബൈബിൾ വിശ്വസിക്കുന്നവൻ അന്യവിശ്വാസവും അന്യദേവനെ സേവിക്കാനും കഴിയില്ല. ഇതിന് ഞാൻ മുന്നേ പറഞ്ഞ ഉത്തരം തന്നെയാണ് പറയാനുള്ളത്. അതിനെ ഒരു മിത്തായിട്ട് മാത്രമേ ആൾക്കാർ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഹിന്ദുക്കൾ വിശ്വസിക്കുന്നുണ്ട് ഭൂമിയുടെ അടിയിൽ നിന്ന് തുരന്നൊരു മാവേലി മേളിലേക്ക് വരും എന്നൊരു കാര്യം അവർ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻ കേസ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ ഒരു വിശ്വാസത്തിനെ കളിയാക്കുന്ന ഒരു രീതി കണ്ടില്ലേ? ഏതോ ഒരു പൊട്ട മാവേലി. ഇതിപ്പോൾ ഇവരുടെ ഒരു ദൈവത്തെക്കുറിച്ചായിരുന്നു, യേശുവിനെ കുറിച്ചൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇവരുടെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും? അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും യോഹന്നാനെ കുറിച്ചോ മത്തായിയെക്കുറിച്ചോ ഏതോ ഒരു പൊട്ട മത്തായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരങ്ങ് തുമ്പി തുള്ളും. നേരത്തെ അണ്ണൻ പറഞ്ഞു വിട്ട് തുമ്പി തുള്ളും. ഞങ്ങൾക്ക് ആരുടെ മെക്കിട്ടും കയറാം, ആരും ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ പറ്റത്തില്ല. അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതാണ് ഒരു ബേസിക് ലൈൻ. പിന്നെ അവസാനമായിട്ടൊരു കമൻറ്റ് എന്ന് പറയുന്നത്, ഓണം, ക്രിസ്മസ്, റംസാൻ ഇതൊക്കെയും മതങ്ങളുടെ പരിപാടികൾ. എല്ലാവരും പറയുന്നത് ഇതൊക്കെ എല്ലാവർക്കും സ്നേഹം, സന്തോഷം പങ്കുവെക്കുന്നത്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിയണം. സഹോദര, പെന്തക്കോസ്തുകാർ ഒരു മതങ്ങളുടെയും ആഘോഷങ്ങളിൽ പങ്കെടുക്കാറില്ല. ഇത് വർഗീയതയല്ല, മറിച്ച് ദൈവവചനം അനുസരിക്കുന്നു. താങ്കൾ വചനം പ്രമാണിക്കുക. അവസാനം ഒരു ഓർഡർ വിട്ടിട്ടുണ്ട്, താങ്കൾ വചനം പ്രമാണിക്കുക. ആയിക്കോട്ടെ മഹാരാജൻ. ഈ പുള്ളി പറഞ്ഞതിൽ ഒരു വാസ്തവമുണ്ട്. ഇത് ബൈബിളിലെ കാര്യങ്ങൾ അതേപോലെ തന്നെയാണ് ഈ പാസ്റ്റർ പ്രസംഗിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ബൈബിൾ ഒരു വർഗീയ പുസ്തകം ആണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയമില്ല. തികഞ്ഞ വർഗീയതയാണ് അതിലെ ദൈവങ്ങൾ സംസാരിക്കുന്നത് മുതൽ അവർ ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസികളോട് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ കൃത്യമായി എഴുതി വെച്ചിട്ടുള്ളത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ വർഗീയത തികഞ്ഞ ഒരു പുസ്തകം തന്നെയാണ് ബൈബിൾ എന്ന് പറയുന്നത്.
പിന്നെ ഇതിനെല്ലാം കൂടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാമൂഹിക ജീവിയാണ്, എ സോഷ്യൽ ബീയിങ്. ആ മനുഷ്യന് ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഒറ്റപ്പെട്ട് ജീവിച്ചാൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും, പക്ഷേ അതൊരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ വലിയ രീതിയിൽ ബാധിക്കാറുണ്ട്. കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് സൊസൈറ്റിക്ക് ഏറ്റവും കൂടുതൽ നെസസിറ്റിയാണ്. ജാതി മത വർണ്ണ വ്യത്യാസമന്യേ എല്ലാവരും ഒരേപോലെ ഒരുമിച്ച് ഒത്തൊരുമയോടെ, നമ്മൾ സ്കൂളിലെ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, യൂണിറ്റി ഈസ് ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സായിട്ട് നിൽക്കുന്നതിനെ എല്ലാം ഒന്നിപ്പിക്കുന്നതാണ് നമ്മളുടെ ഒരു സൊസൈറ്റി. ഈ കമ്മ്യൂണൽ ഹാർമണി എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാജ്യം രക്ഷപ്പെടുന്നത് അതിൻ്റെ എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റും സോഷ്യൽ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെങ്കിൽ ഞങ്ങളിവിടെ ഒരു കൂട്ടർ, നിങ്ങളവിടെ ഒരു കൂട്ടർ, അവിടെ വേറൊരു കൂട്ടർ, ഇവിടെ വേറൊരു കൂട്ടർ, അങ്ങനെ നിലനിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു എംപവർമെൻ്റ് ഉണ്ടാവത്തില്ല. എല്ലാ തലത്തിലും നമ്മൾ ഉയർന്നു വരണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതുണ്ട്. പല വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ അറിവുകൾ അങ്ങോട്ട് പകർന്നു, അവിടുത്തെ അറിവ് ഇങ്ങോട്ട് വന്നും അങ്ങനെയാണ് നമ്മൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതും അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പം നിങ്ങളിങ്ങനെ കൂട്ടം കൂട്ടി നിന്ന് ഞങ്ങൾക്കിത് വേണം, അവർക്കത് വേണം, ഇവർക്കിത് വേണം, അവരെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേന് അവിടെ ഒരു വേർതിരിവ് ഉണ്ടാകും. ആ വേർതിരിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വർഷങ്ങൾ പിന്നിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഒരുമിച്ച് കൂടി ഒരേ കാര്യത്തിന് വേണ്ടി ഒരേപോലെ പ്രയത്നിക്കുമ്പം അങ്ങനെയുള്ള രാജ്യങ്ങളും സമൂഹങ്ങളും നല്ല രീതിയിൽ ഉന്നമനം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഏതൊരു സൊസൈറ്റിയെ നോക്കിക്കഴിഞ്ഞാലും, ഈ ഒരു അൺലിമിറ്റഡ് റിസോഴ്സസ് ഇല്ലാത്ത ഏതൊരു സൊസൈറ്റിയെ നോക്കിക്കഴിഞ്ഞാലും, ഇപ്പോൾ സൗദി അറേബ്യ പോലുള്ളിടത്തൊക്കെ ഡൈവേഴ്സിറ്റി ഇല്ലാതെ തന്നെ അവരെങ്ങനെ പ്രോസ്പർ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അൺലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ട്, ഓയിൽ മണി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അല്ലാത്തടത്ത് ഇപ്പോൾ സിംഗപ്പൂർ പോലെയുള്ള കൺട്രീസ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയും ചെറുതായി കിടന്ന ഒരു രാജ്യം, പട്ടിണിയിലും പരിവട്ടത്തിലും കിടന്ന ഒരു രാജ്യം എന്തുകൊണ്ട് ഇത്ര പ്രോസ്പെറസ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് റീസെൻ്റ്ലി കൂടെ അവരുടെ പ്രസിഡൻറ്റ് വന്നിട്ടൊരു ഇത് കൊടുത്ത്. അവിടെ കമ്മ്യൂണൽ ഇഷ്യൂസ് ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോഴത്തേന് നമ്മൾ ഒരു തരത്തിലും ഈ കാര്യങ്ങളെ വെച്ച് ഉറപ്പിക്കത്തില്ല, നല്ല രീതിയിൽ ആക്ഷൻസ് ഇങ്ങനെയുള്ള പരിപാടിക്കെതിരെ എടുക്കും എന്ന് പുള്ളി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പണ്ട് തൊട്ട് ഇന്ന് വരെ നമ്മളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് യൂണിറ്റിയാണ്, ഈ ഡൈവേഴ്സിറ്റിയാണ്. അത് നിലനിൽക്കുക തന്നെ വേണം, സെക്യുലറിസം പുലരണം എന്നാണ് പുള്ളി പറഞ്ഞത്, അല്ലാതെ ദൈവവിശ്വാസം പുലരണമെന്നല്ല. ഈ കമ്മ്യൂണൽ ഹാർമണി അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകി ജീവിക്കുക, അല്ലാതെ ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്തുക എന്നല്ല. ഈ ഇടപഴകി ജീവിക്കുമ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ. ഇപ്പോൾ അവരുടെ ഫെസ്റ്റിവലുകളിൽ പോയി ഒന്ന് കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പുള്ളി ഇപ്പോൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളങ്ങനെ കാണാൻ പോലും പാടില്ല. കണ്ടാൽ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്? മറ്റൊരുത്തൻ്റെ ഒരു ആഘോഷം കണ്ടു കഴിഞ്ഞാൽ ഇടിഞ്ഞു പോകാൻ വേണ്ടിയുള്ളൂ നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു സ്ട്രെങ്ത് ഇല്ല എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസത്തിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മറ്റെവിടെ പോകുന്നതിന് നിങ്ങൾ പേടിക്കേണ്ട കാര്യം എന്തിനാണ്? അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയും കമൻസിലൂടെ ഗോ ത്രൂ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം വർഗീയത നിറഞ്ഞ ഒരു വിശ്വാസമാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇവരുടെ ഓരോ വ്യക്തികൾക്കുള്ളിലും ഇരിക്കുന്ന വർഗീയതയുടെ തോത് എത്രത്തോളം ഉണ്ട്. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ വിശ്വാസം ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നത് അവരുടെ തെറ്റുകുറ്റം കൊണ്ടല്ല, അവർ കൊച്ചിലെ തൊട്ട് കേട്ട് വളർന്നതും അല്ലെങ്കിൽ അവരെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു രീതിയിലാണ്. അതുകൊണ്ട് അവരെ ചീത്ത വിളിക്കാനോ പറയാനോ പോകാതെ വിവിധ തരം എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ മൗഗ്ലിയുടെ കഥ നമ്മൾ വായിക്കുമ്പോഴത്തേന് അതിൽ കാണാറുണ്ട്, കാട്ടിൽ മൃഗങ്ങളുടെ കൂടെ ജീവിച്ചപ്പോഴത്തേന് മൃഗമാണ് എന്ന തോന്നലിലാണ് അത് വളരുന്നത്. അത് നാട്ടിലേക്ക് വന്ന് മനുഷ്യരെ കണ്ട് കുറേ സമയമെടുക്കും അത് മനുഷ്യരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ആ ഒരു മനുഷ്യരുടെ നിലയിലേക്ക് എത്താൻ. അപ്പോൾ ആ ഒരവസ്ഥയിലാണ് ഈ ഒരു സമൂഹം നിൽക്കുന്നത്. ഇതേപോലെയുള്ള അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടു പോയി എന്നൊരു കുറ്റം മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അത് മനഃപൂർവ്വം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഈ ഒരു 99% കൂടുതലും പെന്തക്കോസ്ത് പോലെയുള്ള കൾട്ട് വിശ്വാസങ്ങളിൽ വരുന്ന ആളുകളും അതിൽ ജനിച്ചു വളരുന്നതാണ്. അപ്പോൾ അവർക്കൊരു എക്സ്പോഷർ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ കണ്ടീഷൻഡായി പോകുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും അവരെ അങ്ങനെ വേർതിരിച്ച് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. എക്സ്പോഷർ കൊടുക്കുക എന്നൊരു കാര്യം മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. തക്കുടു നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഹാപ്പി ഓണം.